ഇവിടെ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണ് ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സമയം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മളൊരു വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടായിരിക്കും വിസ എടുത്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ വീട്ടിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ പൈസ അയച്ചു കൊടുക്കാനുള്ള ടെൻഷൻ, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമയത്തെ ആ ഒരു ബുദ്ധിമോശം കൊണ്ട് പലതും ചെയ്യും ആളുകൾ, അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് മിനിസ്റ്റർ ഓഫ് ലേബറിൻ്റെ ഖത്തറിൽ നിന്നുള്ള ഇന്നലെ വന്ന ഒരു പോസ്റ്റാണ് അൽ ഇനായ ബിസ്സിഹ നഫ്സിയ. നമ്മൾ മെൻ്റൽ വെൽബീയിങ് അസ്നാ അൽ ബഹ്സ് അൻ അമൽ ഡ്യൂറിങ് ദ ജോബ് സെർച്ച്. ആ ഒരു സമയത്ത് നമ്മൾ മെൻ്റൽ വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇവർ പ്രത്യേകം ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ അതിനവർ പറയുന്നത് പിന്നെ നമ്മൾ ലീഷർ ടൈം കണ്ടെത്തണം, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനുള്ള സമയം നമ്മൾ പ്രത്യേകം കണ്ടെത്തിയിട്ട് സ്കില്ല് നമ്മൾ വളർത്താം. അപ്പോൾ നമുക്ക് ജോബ് കിട്ടും. ആ ഒരു ടൈം എന്തായാലും വരും. ആ ഒരു വിശ്വാസത്തോടു കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മൈൻഡ് ഫ്രീ ആക്കാനുള്ള സമയം പ്രത്യേകം കണ്ടെത്തണം. ഇന്നലെ ഞാനൊരു ലേഡിയെ കണ്ടു. അവരൊരുപാട് പ്രശ്നങ്ങളിലൂടെ, ഫാമിലി ഇഷ്യൂസിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഡിപ്രഷൻ സ്റ്റേജിലായി. അങ്ങനെ ഇനി ജീവിതം തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവസാനം ഇപ്പോൾ അവർക്ക് CBK കൊമേഴ്ഷ്യൽ ബാങ്കിൽ നല്ലൊരു പോസ്റ്റ് അവർക്ക് കിട്ടി. അപ്പോൾ അവരിപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഗീവ് അപ്പ് ചെയ്യാതെ വീണ്ടും നമ്മൾ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പേഴ്സണൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരാം. നല്ല ഒരു ദിവസം നമുക്കൊക്കെ വരും എന്ന് നമ്മൾ പ്രത്യേകം വിശ്വസിക്കാം.